1997 ജൂൺ 11 മോൺട്രിയൽ, കാനഡ. ജ്ഞാനതളം 105. എല്ലാ കല്ലുകളും അമൂല്യങ്ങളാണ്. ഒരു കൽപ്പണിക്കാരൻ എല്ലാ തരത്തിലുമുള്ള കല്ലുകൾ ഉപയോഗിക്കും. ചില കല്ലുകൾ അയാൾ കെട്ടിടത്തിന്റെ അടിത്തറ പണിയാൻ ഉപയോഗിക്കും. ഇവ പുറത്ത് ദൃശ്യമല്ല. കൊത്തിയെടുക്കാൻ പറ്റുന്ന കല്ലുകളിൽ നിന്ന് അയാൾ ക്ഷേത്ര ചുമരുകളും തൂണുകളും നിർമ്മിക്കും. മറ്റു കല്ലുകളിൽ നിന്ന് അയാൾ ചവിട്ടുപടികൾ ഉണ്ടാക്കും. ചില കല്ലുകൾ ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങളാകും. കൊത്തിയെടുക്കാൻ അങ്ങേയറ്റം ചേരുന്ന കല്ലുകൾ മാത്രമാണ് വിഗ്രഹങ്ങളാവുക. കല്ല് ക്ഷേത്രത്തിന്റെ ഭാഗമായി തീരുമ്പോൾ അത് കല്ലായി തുടരുന്നില്ല. അത് ഒരു ശില്പമാകുന്നു, കലയാകുന്നു, ജീവനുള്ള വിഗ്രഹമാകുന്നു. അതുപോലെ പലരും ഗുരുവിന്റെ അടുത്തെത്തും. അവരുടെ സമർപ്പണത്തിന്റെ അളവനുസരിച്ച് ഗുരു അവരെ പ്രതിഷ്ഠിക്കുന്നു. എല്ലാം ആവശ്യമാണ്. ചവിട്ടുപടികളില്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾക്ക് ക്ഷേത്രത്തിലെത്താൻ കഴിയുക? അടിത്തറയില്ലെങ്കിൽ എങ്ങനെയാണ് ക്ഷേത്രമുണ്ടാകുക? തൂണുകളില്ലെങ്കിൽ ഗോപുരത്തിന് എന്തു ചെയ്യാൻ കഴിയും? കൽപ്പണിക്കാരന് ഓരോ കല്ലും അമൂല്യവും വിലപിടിപ്പുള്ളതുമാണ്. ജയ് ഗുരുദേവ്.